മൃഗവും നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. ഈ തീർത്ഥാടന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള കൊടികയറ്റം നടത്തുകയാണ്. നാളെ മുതൽ 7-ാം തീയതി വരെ 9 ദിവസം നവനാൾ ആചരണം. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ തിരുനാൾ കൊടി ഉയർത്തുന്ന അഭിമന്യ പിതാവിനെയും എല്ലാ വൈദികരെയും എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കൂടുതൽ ദൈവാനുഗ്രഹത്തിൻ്റെ ദിനങ്ങൾ ആയിത്തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല നല്ല ക്രമീകരണങ്ങൾ ഉണ്ടാകാൻ, എല്ലാ സംവിധാനങ്ങളും ഒന്നിനൊന്ന് കുറവില്ലാത്ത വിധത്തിലെല്ലാം ക്രമീകരിക്കപ്പെടുവാൻ, ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഓരോ പ്രാർത്ഥനാ സങ്കേതങ്ങളും ദൈവാനുഭവത്തിനിടങ്ങളായി മാറാൻ, അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ രക്തസാക്ഷിത്വ തിരുനാൾ കൂടി സഭ കൊണ്ടാടുകയാണ്. ജനനവും മരണവും കൊണ്ടാടുന്ന ഒരു വിശുദ്ധൻ ഇതാണ്. ഈശോയുടെ കൊണ്ടാടുന്നുണ്ട്, അതുപോലെ മാതാവിൻ്റെ. പക്ഷേ അവരെക്കാൾ ഇല്ലേ വിശുദ്ധർ എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ താഴെ നിൽക്കുന്ന മറ്റു വിശുദ്ധർ, അവരിൽ സ്നാപയോഹന്നാൻ്റെ ജനനവും മരണവും മാത്രമാണ് സഭയിൽ കൊണ്ടാടുന്നത്. അത്രയധികം പ്രാധാന്യം സ്നാപയോഹന്നാനുണ്ട്. നമുക്ക് ഇന്ന് സ്നാപയോഹന്നാൻ്റെ രക്തസാക്ഷിത്വ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഈ വിശുദ്ധൻ്റെ വലിയ ധീരത, ഈ വിശുദ്ധനിലുണ്ടായിരുന്ന ത്രിത്വൈക ദൈവ സാന്നിധ്യം, അതൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലിയർപ്പിക്കാം. നമ്മുടെ തെറ്റുകളും കുറവുകളും ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഏറ്റുപറയാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ സ്നാപക യോഹന്നാൻ ജനനത്തിലും മരണത്തിലും അങ്ങേ പുത്രന്റെ മുന്നോടിയാകണമെന്ന് അങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങനെ അദ്ദേഹം സത്യത്തിൻ്റെയും നീതിയുടെയും രക്തസാക്ഷിയായി മരണം വരിച്ച പോലെ
ഞങ്ങളും അങ്ങേ പ്രബോധനങ്ങളുടെ പ്രഖ്യാപനത്തിനു വേണ്ടി തീവ്രമായി പോരാടാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജെരമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് ദൈവം ജെരമിയായോട് അരുൾ ചെയ്തു, ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക. അവരെ നീ ഭയപ്പെടേണ്ട. ഭയപ്പെട്ടാൽ അവരുടെ മുൻപിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും. ദേശത്തിനു മുഴുവനും യൂദയായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കും എതിരെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പു തൂണും പിച്ചള മതിലുമായി ഇന്നു നിന്നെ ഞാൻ ഉറപ്പിക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവേ, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിതനാക്കാൻ ഇടയാക്കരുതേ. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ. കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. അങ്ങ് എനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാദുർഗവും ആയിരിക്കണമേ. അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും. എൻ്റെ ദൈവമേ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. കർത്താവേ, അങ്ങാണ് എൻ്റെ പ്രത്യാശ. ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം. ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ്. ദൈവമേ, ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു. ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ പ്രഘോഷിക്കുന്നു. കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ രക്ഷാകരമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, 6-ാം അധ്യായം 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ഹെരോദോസ് ആളയച്ച് യോഹന്നാനെ പിടിക്കുകയും
കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദ്യ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെറോദോസിനോട് പറഞ്ഞു, സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെറോദിയായിക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് അത് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെറോദോസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നുവെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെറോദോസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെറോദിയായിക്ക് അനുകൂലമായ ഒരു അവസരം വന്നു ചേർന്നു. അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദോസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നതെന്തും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്ത് പറഞ്ഞു, നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപക യോഹന്നാൻ്റെ ശിരസ്. അവൾ ഉടനെ അകത്തു വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശബ്ദത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കുവാൻ അവന് തോന്നിയില്ല. അവൻ്റെ തല കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗൃഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അതൊരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. അവളത് അമ്മയെ ഏൽപ്പിച്ചു. ഈ വിവരമറിഞ്ഞ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, സ്നാപയോഹന്നാൻ്റെ രക്തസാക്ഷിത്വ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. വലിയൊരു പ്രവാചകനാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ അത് അവസാനിക്കുന്നത് മലാക്കി പ്രവചനത്തോടുകൂടിയാണ്. മലാക്കി പ്രവചനത്തിൻ്റെ അവസാനം നാലാമധ്യായം 5-ാമത്തെ വാക്യം പ്രകാരമാണ്, കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം 17-ാം വാക്യത്തിൽ ഇതുമായിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. സ്നാപയോഹന്നാനാണ് ഈ പറയുന്ന ഏലിയായുടെ തീക്ഷ്ണതയോടെ വന്ന പ്രവാചകൻ എന്ന്. ലൂക്ക 1:17 പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുൻപേ പോകും. ഇപ്പം ഏലിയായുടെ ചൈതന്യം അതാണ്, വലിയൊരു പ്രവാചകനാണ്. അതുകൊണ്ടാണ് ഹെറോദേസ് രാജാവ് സ്നാപയോഹന്നാനെ ഭയപ്പെട്ടിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യം മർക്കോസിൻ്റെ സുവിശേഷം 6-ാം 20-ാം എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നത് കൊണ്ട് ഹെറോദേസ് അവനെ ഭയപ്പെട്ടു, സംരക്ഷണം നൽകിപ്പോന്നു. അവൻ്റെ വാക്കുകൾ അവൻ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. അപ്പോൾ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ് സ്നാപയോഹന്നാൻ. അത് ലൂക്കായുടെ സുവിശേഷം 1:15 അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ നിറയും. അപ്പം അതുകൊണ്ട്
സക്കറിയ ഗീതിയിലും അത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 74-ഉം 75-ഉം വചനങ്ങളിലും സ്നാപയോഹന്നാനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഭയവും ഇല്ല. തുടർന്ന് പറയുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 1:76, കുഞ്ഞ് നീ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അത് സ്നാപയോഹന്നാനെ കുറിച്ച് പറയാം. പ്രവാചകൻ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അപ്പം നിർഭയം ശുശ്രൂഷ ചെയ്യാൻ, പരിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ. അതുകൊണ്ടാണ് ഹേറോദേസിന്റെ മുഖത്ത് നോക്കി നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞത്. പരിശുദ്ധി നിൽക്കുന്ന ഒരാൾക്ക് മാത്രം എങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ താബോർ മലയിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെടുമ്പോഴും മോശയും ഏലിയായും വരുന്നത് നമുക്കറിയാം. യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിലെ മോശ അത് ഈശോയാണ്, എന്നാൽ പുതിയ നിയമത്തിലെ ഏലിയ അത് സ്നാപയോഹന്നാനാണ്. അപ്പം അവരുടെ സാന്നിധ്യം, പ്രതിനിധികളുടെ സാന്നിധ്യം അത് വളരെ അർത്ഥവത്താണ്. അതുകൊണ്ട് രക്ഷാകര ചരിത്രത്തിൽ, സംഭവത്തിൽ, അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ, നമ്മുടെ സഭയുടെ കാര്യത്തിലൊക്കെ സ്നാപയോഹന്നാന്റെ തിരുനാളിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ജനനം അത് ജൂൺ 24-ാം തീയതി, മരണം ഓഗസ്റ്റ് 29-ാം തീയതി അത് നമ്മൾ കൊണ്ടാടുന്നത്. മറ്റൊരു വിശുദ്ധൻ്റെയും ജനനവും മരണവും നമ്മൾ അങ്ങനെ കൊണ്ടാടുന്നില്ല. വിശുദ്ധരുടെ എല്ലാം, അതായത് സ്നാപയോഹന്നാന്റെ താഴെയുള്ള വിശുദ്ധരുടെ എല്ലാം സ്വർഗത്തിലേക്കുള്ള ജനനം, അതായത് ഭൂമിയിലെ മരണം, അതാണ് തിരുനാളായിട്ട് കൊണ്ടാടുന്നത്. ഇനി അപ്പോൾ ഈ വിശുദ്ധന് ഇങ്ങനെ ഒരു ധീരത ഉണ്ടാകാൻ കാരണം ത്രിത്വൈക ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. ത്രിത്വൈക ദൈവ സാന്നിധ്യം നമുക്കറിയാമല്ലോ. ലൂക്ക 1:15 പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ്. എലിസബത്തിന്റെ അടുക്കൽ പരിശുദ്ധ മറിയം വന്ന് അഭിവാദനം പറഞ്ഞപ്പോൾ തന്നെ ഉദരത്തിൽ കുതിച്ചു ചാടിയവനാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കുതിച്ചു ചാടിയവനാണ് സ്നാപയോഹന്നാൻ. അപ്പം പരിശുദ്ധാത്മാവിന്, ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ആളുകൾക്ക് മാത്രമേ കർത്താവിൻ്റെ സഭയിൽ ചങ്കുറപ്പോടുകൂടെ ജീവിക്കാൻ പറ്റൂ. ചങ്കുറപ്പോടുകൂടെ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, തിന്മയ്ക്കെതിരെ പോരാടിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാമല്ലോ, ഈശോയില് പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. പരിശുദ്ധാത്മാവിൽ ജനിച്ചവനാണ് ഈശോ. പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി ഈശോ ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇനി പരിശുദ്ധമ്മയെ നമുക്കറിയാമല്ലോ. പരിശുദ്ധമ്മ പിതാവായ ദൈവത്തിൻ്റെ മകളാണ്, പുത്രനായ ദൈവത്തിൻ്റെ അമ്മയാണ്, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്. അപ്പം ദൈവദൂതൻ, ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുമ്പോൾ, അപ്പം പരിശുദ്ധാത്മാവ് നിറയും, നിന്റെ ഉള്ളിൽ ഒരു ശിശു രൂപപ്പെടും. നോക്കിക്കേ, ത്രിത്വൈക ദൈവ സാന്നിധ്യം പരിശുദ്ധ മറിയത്തിലുണ്ട്. അതുപോലെ സ്നാപക യോഹന്നാനിലും ഒരു ത്രിത്വൈക ദൈവ സാന്നിധ്യമുണ്ട്. നമ്മൾ ആരും അത്ര കണ്ടങ്ങ് ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഈശോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും, ചിലപ്പോൾ ചിലരെങ്കിലും പിതാവായ ദൈവത്തെ അങ്ങനെ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവിനെ വിളിക്കും. പക്ഷേ ത്രിത്വൈക ദൈവം എന്ന പ്രയോഗം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറയുമെങ്കിലും അത്ര ബോധത്തോടുകൂടി ആയിരിക്കല നമ്മളത് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു കത്തോലിക്ക വിശ്വാസിയെ മുന്നോട്ട് ജീവിക്കാൻ, ഒന്നിനും ഒരു തിന്മയ്ക്കും അടിയറ വെക്കാതെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ ത്രിത്വൈക ദൈവ സാന്നിധ്യമാണ്. മറിയത്തിനുണ്ടായിരുന്ന ഈ ത്രിത്വൈക ദൈവ സാന്നിധ്യമാണ് കുരിശിന്റെ വഴിയിലൂടെ നടന്ന്, കുരിശിൻ ചുവട്ടിൽ നിന്ന് അങ്ങനെ വളരെ ചങ്ക് തകർന്ന് മരിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിൽ പോലും മറിയത്തിനും ഈശോയ്ക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഈ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അത് സ്നാപയോഹന്നാനിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. അതാണ് ഇദ്ദേഹം പറയുന്നത്, ഞാൻ മരുഭൂമിയിലെ ശബ്ദമാണ്. അപ്പൊ വാക്കാരാണ്, വാക്ക് ദൈവം, വചനമാണ് ദൈവം, വചനമാണ് ദൈവം. ഇദ്ദേഹം പറഞ്ഞു, എന്നിൽ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഞാൻ വെറും ശബ്ദം മാത്രമാണ്. അത് ആറ്റിറ്റ്യൂഡാണ്. ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം വന്ന് നിലനിൽക്കുമ്പോൾ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്, ഞാൻ വെറും ശബ്ദമാണ്. ഇനി മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാം വാക്യം, യോഹന്നാന്റെ കാലം മുതൽ തന്നെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വശംവദമാണ്. അത് ബലപ്രയോഗത്തിലൂടെ കടന്നു പറ്റേണ്ട ഒരു കാര്യമാണ് സ്വർഗരാജ്യം. അപ്പൊ ബലം പ്രയോഗിക്കാൻ പരിശുദ്ധാത്മാവ് വേണം. ബലം പ്രയോഗിക്കാൻ അത് നമ്മൾ ഈ ജീവിതത്തിൽ നല്ല ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ. ഗെത്സമൻ തോട്ടത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഈശോയ്ക്ക് ഹൃദയം പൊട്ടി മരിക്കാതെ പിടിച്ചു നിൽക്കാൻ സാധിച്ച മനക്കരുത്ത് നൽകിയത് അത് പരിശുദ്ധാത്മാവാണ്.
അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അപ്പൊ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല, തോറ്റും പിന്മാറാൻ പാടില്ല. ബലപ്രയോഗത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ജീവിത ശൈലിയാണ് നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിതവും അതിനെ തുടർന്നുള്ള നിത്യജീവനും. ഇനി ഈശോ പ്രകാശമാണല്ലോ. ഈശോ പ്രകാശമാണ്. യോഹന്നാന്റെ സുവിശേഷം 5:35 വാക്യം, അവൻ കത്തിജ്വലിക്കുന്നൊരു വിളക്കായിരുന്നു എന്ന് സ്നാപയോഹന്നാനെ കുറിച്ച് ഈശോ തന്നെ പറയുന്നുണ്ട്. ഈശോ പ്രകാശമാണെങ്കിൽ വിളക്ക്, നമ്മൾ അതുപോലെ ത്രിത്വിക ദൈവത്തിന്റെ സാന്നിധ്യമാകേണ്ടവരാണ്. ശബ്ദം ദൈവത്തിന്റെ ശബ്ദമാകണം. ഒരു തിന്മയ്ക്ക് മുമ്പിൽ നമ്മൾ പറയണം. ഒരു ദുരാചാരം ചെയ്യുമ്പോൾ ദുരാചാരം ഇത് ചെയ്യരുതെന്ന് പറയണം. മക്കളെ ദുരാചാരം ചെയ്യാൻ പറഞ്ഞു വിടുകയല്ല വേണ്ടത്. ഇത് ദൈവത്തിന്റെ സ്വരമായി മാറാൻ സാധിക്കണം. ദൈവം വാക്കാണെങ്കിൽ വാക്ക്, വചനം ദൈവമാണെങ്കിൽ ദൈവത്തിന്റെ സ്വരമാകണം. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം. ഇനി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് നമ്മളിൽ ഉണ്ടാകുന്ന ധൈര്യം. ഇനി ഈശോ പ്രകാശമാണെങ്കിൽ നമ്മൾ ആ പ്രകാശം കത്തിച്ചു വെക്കേണ്ട ഒരു വിളക്ക് പോലെ ജീവിക്കേണ്ടതാണ്. ഇതാണ് സ്നാപയോഹന്നാനെ ധൈര്യപ്പെടുത്തിയ ഒരു കാര്യം. ഇനി തിന്മയോട് പൊരുതി നിൽക്കാൻ നമുക്ക്, തിന്മയെ നമ്മൾ കൂട്ടുപിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ തിന്മയോട് പൊരുതാൻ പറ്റുമോ? ലൂക്കായുടെ സുവിശേഷം 1:15 വാക്യം, അവൻ ലഹരിപാനീയങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല എന്ന് സ്നാപയോഹന്നാനെ കുറിച്ച് പറയുന്നുണ്ട്. എളിമയുടെ കാര്യമാണല്ലോ. ഒട്ടകത്തിന്റെ തോല്, അതുകൊണ്ട് രോമം കൊണ്ടുള്ള വസ്ത്രം, വെട്ടുകിളി ഭക്ഷണം, കാട്ടുതേൻ ഭക്ഷണം, ഇങ്ങനെ വളരെ സിംപ്ലിസിറ്റിയോടുകൂടി ജീവിച്ച വിശുദ്ധനാണ് വിശുദ്ധ സ്നാപയോഹന്നാൻ. അത് എളിമയുടെ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3:30 വാക്യം, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. നമ്മൾ ചിലപ്പോൾ പല ഈ നേർച്ചകളൊക്കെ നേരുമ്പോഴും നമ്മൾ ദൈവത്തെക്കാൾ വലിയ ആളുകളെ പോലെയാണ്. ദൈവം ഒരിക്കലും നമ്മളോട് കണ്ടീഷൻ വെച്ചിട്ടല്ല നമുക്ക് വേണ്ടി മരിച്ചത്. പ്രിയ കുഞ്ഞ്, നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാമെന്ന് പറഞ്ഞിട്ടല്ല ദൈവം മരിച്ചത്. പക്ഷേ നീ എനിക്കത് ചെയ്തതെന്ന് ഞാൻ ഇതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേർച്ചകൾ നേരുന്നത് അത് എളിമപ്പെടാത്ത അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ സ്നാപയോഹന്നാൻ പറഞ്ഞതെന്ന് കേട്ട്, ഞാൻ വെറും ശബ്ദം മാത്രമാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് സ്നാപയോഹന്നാനെ വലിയ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ചു. അതുപോലെ തന്നെ സ്വയം ഒരു അവബോധം എപ്പോഴും ഉണ്ടായിരുന്നു. നീ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ അവന് മുന്നേ വഴിയൊരുക്കാൻ വന്നവനാണ്. ഇത് വളരെ ധൈര്യത്തോടു കൂടി പറഞ്ഞിരുന്നു. സ്വയം ഒരു ക്രെഡിറ്റ് എടുക്കാതെ ഞാൻ ക്രിസ്തുവല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹം പറഞ്ഞിരുന്നു. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന് ഈ ത്രിത്വൈക ദൈവ സാന്നിധ്യം നിലനിർത്താൻ പ്രേരകമായിട്ടുള്ള ഘടകങ്ങൾ. ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളത്, അത് മത്തായിയുടെ സുവിശേഷം 11:11 വാക്യം, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല. ഈശോ പോലും നല്ലൊരു കമന്റ് പറഞ്ഞു ഈ സ്നാപയോഹന്നാനെ കുറിച്ച്. അതുകൊണ്ട് ഈശോ എന്ന രഹസ്യത്തെ നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല. നമുക്കൊന്നും തന്നെ മനസ്സിലായിട്ടില്ല ഈശോ എന്താണെന്ന്. ഈ സ്നാപയോഹന്നാൻ, ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന സ്നാപയോഹന്നാന് പോലും ഈശോ എന്താണെന്ന് പലപ്പോഴും മനസ്സിലായിട്ടില്ല. അതാണ്, നീ തന്നെയാണോ, അല്ലെങ്കിൽ അവൻ ഒരുവൻ അവിടെ മാമോദീസ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്വർഗത്തിൽ നൽകപ്പെടുന്നതല്ലാതെ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഈശോയാണോ എന്ന് ഇവനും പറയാൻ പറ്റുന്നില്ല സ്നാപയോഹന്നാൻ. അതായത് ഈശോയെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജനിച്ച ഈ സ്നാപയോഹന്നാന് പോലും ഈശോയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റിയില്ല എങ്കിൽ പാപത്തിലും ബലഹീനതകളിലും ജീവിക്കാൻ നമുക്ക് ഈശോയെ അറിയാൻ പെട്ടെന്ന് സാധിക്കണമെന്നില്ല. കുറച്ചെന്തെങ്കിലും അറിഞ്ഞെന്ന് പറയാൻ പറ്റുമോ? പ്രിയ ദൈവ പൈതലെ, നമുക്ക് ഈശോയെ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. ഈശോയെ അറിഞ്ഞ ത്രിത്വിക സാന്നിധ്യത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കും. ഇനി ഒരു കാര്യം, ഇദ്ദേഹം വെട്ടുകിളി ഭക്ഷണമായിട്ട് കഴിച്ചിരുന്നു. അതിനൊരു പ്രതീകമുണ്ട്. യഥാർത്ഥത്തിൽ പുറപ്പാടിന്റെ പുസ്തകം 10-ാം അധ്യായം, ഈജിപ്തുകാരിൽ നിന്ന് അവിടെ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവം അയച്ച ബാധകളിലൊന്നാണ് വെട്ടുകിളികൾ. ഇങ്ങനെ പുൽപ്പുറങ്ങൾ, പാടങ്ങളൊക്കെ നശിപ്പിച്ചു കളയും. നശിപ്പിച്ചു കളയുന്ന ഒന്നാണ് വെട്ടുകിളി. അപ്പൊ വെട്ടുകിളിയെ ഭക്ഷണമായിട്ട് കഴിച്ചിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, മനുഷ്യരെ നശിപ്പിക്കുന്ന ഒരു തിന്മയെ ഈ സ്നാപയോഹന്നാൻ വിഴുങ്ങിയിരുന്നു.
മലാക്കി പ്രവചന പുസ്തകം 3:11 മലാക്കി 3:11 മലാക്കി 3:11 പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുകിളികളെ ശാസിക്കും, അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല. അപ്പൊ വെട്ടുകിളി ഭക്ഷണമായിട്ട് കഴിച്ചു എന്ന് പറയുന്നവൻ, അത് ഈശോ നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി വന്നവന്റെ മുന്നോടിയായി വന്ന് സ്നാപയോഹന്നാൻ പോലും നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി നിലകൊണ്ട് ജനത്തെ നശിപ്പിക്കുന്ന ഒരു തിന്മയെ വിഴുങ്ങിയിരുന്നു. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുമോ? ആ പ്രശ്നത്തിലൊക്കെ സാരില്ല മക്കളെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമോ? അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുമോ? ജനത്തെ നശിപ്പിക്കുന്ന വെട്ടുകിളി അതൊരു പ്രതീകമാണ്. ആ വെട്ടുകിളിയെ ഈ സ്നാപയോഹന്നാൻ എന്ന പ്രവാചകൻ ഭക്ഷണമായിട്ട് കഴിച്ചിരുന്നുവെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തെ അലട്ടുന്ന എന്തെങ്കിലും ഒരു തിന്മയെ പരസ്പരം പഴിചാരി കുറ്റപ്പെടുത്തി ആ അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് പകരം ചേർത്ത് പിടിച്ച് നമുക്ക് ഒന്നിച്ച് പൊരുതാമെന്ന് പറഞ്ഞ് ഒരുമിച്ചൊരു തിന്മയെ നേരിടുന്ന അനുഭവം കുടുംബങ്ങളിലുണ്ടോ? നമ്മളതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ വിശുദ്ധൻ്റെ ഒരു പ്രത്യേക തീഷ്ണത നമുക്കുണ്ടാകാൻ വേണ്ടി, നമുക്കും മാമോദീസയിലൂടെ ക്രിസ്തുവിൻ്റെ പ്രവാചക പുരോഹിത രാജകീയ ദൗത്യത്തിൽ നമ്മൾ പങ്കുചേർന്നിട്ടുള്ളവരാണ്. പ്രവാചക ധീരത കാണിക്കേണ്ടവരാണ് നമ്മൾ. ത്രിത്വിക ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ നമുക്ക് പ്രവാചക ധീരതയോടുകൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. ക്രിസ്തുവിന് പ്രാധാന്യമില്ലാത്ത ഒന്നിനും നമ്മൾ വഴിമാറിക്കൊടുക്കില്ല. ഒരു ദുരാചാരത്തിനും ഒരു കൊള്ളരുതായ്മയ്ക്കും ക്രിസ്തുവിന്റെ ആലയമായ ശരീരത്തെ ദുഷിപ്പിക്കാൻ ഒരു ലഹരി വസ്തുക്കൾക്ക് പോലും നമ്മളെ വിട്ടുകൊടുക്കില്ല. തിന്മ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ തിന്മയ്ക്കെതിരെ പൊരുതാൻ സാധിക്കും? അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഒരു തീഷ്ണത നമുക്ക് നിറയാൻ വേണ്ടി, നമ്മിലേക്ക് വന്ന് നിറയാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധൻ അങ്ങനെ ഭംഗിയുള്ള വസ്ത്രമൊന്നുമല്ല ധരിച്ചിരുന്നത്, പക്ഷെ ജീവിതം എത്ര സുന്ദരമായി ഇല്ലേ! കാട്ടുതേനും വെട്ടുകിളിയും ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രങ്ങളും അങ്ങനെ ധരിച്ചിരുന്നവൻ, അങ്ങനെ മോടിയില്ലാത്ത വസ്ത്രം ധരിച്ചിരുന്നവൻ, അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സുന്ദരനായി വണങ്ങപ്പെടുന്നതായി, ഏറ്റവും പ്രകീർത്തിക്കപ്പെടുന്നവനായി മാറിയത് കണ്ടോ? നമുക്കതുകൊണ്ട് അങ്ങനെ ഭംഗിയില്ലാത്തതൊക്കെ സുന്ദരമാക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെയും സഹായിക്കട്ടെ. മോടിയില്ലാത്തതൊക്കെ സ്വർഗീയ മോടിയുള്ളതായി മാറ്റണേ. മോടിയില്ലാത്തതൊക്കെ സ്വർഗീയ മോടിയുള്ളതായി മാറ്റണേ. പീഡകളേതും ധീരമായി ഏൽക്കാൻ ശക്തിയും ഞങ്ങൾക്കേകണേ. ശക്തിയും ഞങ്ങൾ കേകണേ. പാവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിലിൽ. നായക ഞങ്ങൾ നാവിനാലങ്ങ് സ്നേഹ സംഗീതം പാടുന്നു. നമുക്ക് സഭയിൽ നല്ല ചങ്കറപ്പോടെ ജീവിക്കാൻ പരിശുദ്ധമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ഈശോയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, സ്നാപയോഹന്നാൻ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മളെയും നയിക്കട്ടെ. ഒരു തിന്മയ്ക്കും അടിയറ വെക്കാതെ, ഒരു ദുരാചാരത്തിനും വഴിമാറിക്കൊടുക്കാതെ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യരായി, ഉത്തമ കത്തോലിക്ക വിശ്വാസികളായി മരണം വരെ ജീവിക്കാൻ ഓ കർത്താവേ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. സ്നേഹബലിയിൽ കാഴ്ചയേകാനടയും നിതാ. ഈ കൈക്കൊമ്പിലിൽ ഞങ്ങളേകും നിതാ ജീവിതം. ഈ സ്നേഹബലിയിൽ കാഴ്ചയേകാനടയും നിതാ. ഈ കൈക്കൊമ്പിലിൽ ഞങ്ങളേകും നിതാ ജീവിതം.
പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടെ കർത്താവേ, വിശുദ്ധ സ്നാപയോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദത്താൽ പഠിപ്പിച്ചതും രക്തം ചിന്തി മഹാശക്തിയാൽ മുദ്രണം ചെയ്തതുമായ അങ്ങ് നേർവഴികളിലൂടെ സഞ്ചരിക്കുവാൻ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങൾ വഴി അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സമുന്നതമായ ബഹുമതിയോട് അങ്ങ് നിയോഗിച്ചവനും അവിടുത്തെ മുന്നോടിയുമായ സ്നാപക യോഹന്നാനിൽ അങ്ങ് മഹിമ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ആസന്നമായ മനുഷ്യരക്ഷയെ പ്രതി ജനനത്തിന് മുൻപേ തന്നെ അദ്ദേഹം ആനന്ദത്താൽ കുതിച്ചു ചാടുകയും ജനനത്തോടെ വലിയ സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്തു. എല്ലാ പ്രവാചകഗണത്തിലും വെച്ച് അദ്ദേഹം മാത്രമാണ് രക്ഷയുടെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ ജലത്തിന്റെ പ്രവാഹം പോലും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിനായി അദ്ദേഹം ജ്ഞാനസ്നാനത്തിന്റെ ഉടയവനെ തന്നെ സ്നാനപ്പെടുത്തുകയും രക്തം ചിന്തിക്കൊണ്ട് അവിടുത്തേക്ക് ഉത്തമ സാക്ഷ്യം നൽകാൻ അർഹനാവുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. തിരുഭവമങ്ങേ മഹിമകളാ നിറഞ്ഞു മതിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന, കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യരുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവിലെയോ പാപ്പയോടും ഞങ്ങളുടെ രൂപദധ്യക്ഷനായ സഹായമെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും ഉപകർത്താക്കളെയും സുഹൃത്തുക്കളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ
വിശുദ്ധ സ്നാപക യോഹന്നാനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ ഞങ്ങളിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ സ്നാപക യോഹന്നാന്റെ സ്വർഗീയ ജനനം നവമായി ആഘോഷിക്കുന്ന ഞങ്ങൾ സ്വീകരിച്ച രക്ഷാകരമായ കൂദാശ സൂചിപ്പിക്കുന്നവ ആദരിക്കുവാനും ഞങ്ങളിൽ ഉളവാകുന്ന അവയുടെ ഫലങ്ങളാൽ കൂടുതലായി
സന്തോഷിക്കുവാനും ഇടയാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തില് പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ